മകളുമായി ജന്മബന്ധം ഇല്ല അല്ലേ? എന്ന് പറഞ്ഞാൽ മകളെ ദത്തെടുത്തതാണല്ലേ? അതെ. പക്ഷേ രക്തത്തെ തേടി വരുന്നത് കാലത്തിന്റെ നിശ്ചയമാണ്. അതിനെ തടയാനാവില്ല. എന്ന് പറഞ്ഞാ എന്റെ മകളെ ഞാൻ തിരിച്ചു കൊടുക്കേണ്ടി വരുന്നാണോ? അങ്ങനെയാണ് ഫലങ്ങൾ കാണുന്നത്. ജീവൻ പോയാലും അത് നടക്കില്ല. ജോത്സരെ, എന്റെ മകളെ ഞാൻ ഒരാൾക്കും വിട്ടുകൊടുക്കില്ല. അവന്തിയുടെ പ്രാണനാണ് കുഞ്ഞ്. ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടേ പറ്റൂ ജോത്സരെ. ഈശ്വരാനുഗ്രഹത്തിന്റെ ഒരു നോട്ടം പോലും കാണുന്നില്ല. ചിലതൊക്കെ അനുഭവിച്ചേ മതിയാകൂ. അപ്പോ ഇതിന് പരിഹാരമൊന്നും ഇല്ലെന്നാണോ ജോത്സര് പറയുന്നത്? പരിഹാരമുണ്ട്, പക്ഷേ അത് കുറച്ച് കഠിനമാണ്. ഉഗ്രമൂർത്തികൾ പ്രസാദിച്ചാൽ മാത്രമേ ഈ കടമ്പ കടക്കാൻ പറ്റൂ. ആ മൂർത്തികളെ പ്രസാദിപ്പിക്കാൻ കഴിയുമോ? അതെ, എന്റെ മകൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എങ്കിൽ പരിഹാരം ഞാൻ പറയാം. കഠിനമായ വ്രതത്തോടെ കീഴ്പള്ളി തേവരുടെ മുമ്പിൽ അഗ്നിക്കാവടി എടുക്കണം. അയ്യോ, അഗ്നിക്കാവടിയോ? അതൊക്കെ വേണോ ജോത്സരെ? ദോഷങ്ങൾ മാറണമെങ്കിൽ അത് വേണം. പക്ഷേ ഒന്നും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. മാരിയമ്മന് മുന്നിൽ 21 ചൂരലടി. ചെയ്തുപോയ പാപങ്ങൾ പോകാൻ ഇതേ വഴിയുള്ളൂ. ചൂരലടി എന്ന് പറഞ്ഞ? മാരിയമ്മന്റെ മുമ്പിൽ പൂജിച്ച ചൂരൽ കൊണ്ട് പൂജാരി 21 അടി അടിക്കും. അതുകൊണ്ടാൽ ഇതുവരെ ചെയ്ത പാപങ്ങളെല്ലാം പോകും എന്നാണ് വിശ്വാസം. പിന്നെ മലമുകളിലെ കാലഭൈരവന് 108 കുടം ജലം കൊണ്ട് ജലധാര. അത് സ്വയം ചെയ്യണം. എന്താ, ഇതെല്ലാം ചെയ്യാൻ സാധിക്കുമോ? അയ്യോ, ഇതൊന്നും വേണ്ട ജോത്സരെ. ഇത്രയും കഷ്ടപ്പാടൊന്നും ചെയ്യാൻ അവന്തിക്ക് പറ്റില്ല. വേറെ എന്തെങ്കിലും ചെറിയ വഴിപാട് വല്ലതും ഉണ്ടോ? വേണ്ട, ഞാൻ ചെയ്യാം. എന്റെ സമ്പത്തും സൗഭാഗ്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടാലും ഞാൻ സഹിക്കും. പക്ഷെ എന്റെ മോളെ എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. എങ്കിൽ നാളെ മുതൽ വ്രതം ആരംഭിക്കാം. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഈ പറഞ്ഞതെല്ലാം ചെയ്യാമെന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. അവന്തിയെ, നീ എന്നെ വിശ്വസിച്ചത് നിന്റെ തെറ്റ്. ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടില്ല എന്ന് ഞാൻ നിന്റെ മുമ്പിൽ അഭിനയിച്ചത് എന്റെ മിടുക്ക്. ഇപ്പം ജോത്സ്യം വിധിച്ചത് എന്റെ തീരുമാനം. ഇതുവരെ നീ ചെയ്ത പാപങ്ങൾക്ക് ഞാൻ നിനക്ക് തരുന്ന ശിക്ഷ, അത് തീരും വരെ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും.